നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 3 തക്കാളി, ഒരു 4 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കസൂരി മേത്തി, ഒരു 1/4 ടീസ്പൂണ്, 3 ടേബിൾ സ്പൂൺ ബട്ടർ, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണ് ഓയിൽ, 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം, ഒരു ബേ ലീഫ്, ഒരു ഏലക്കായ്, ഒരു കറയാമ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1/4 മണിക്കൂർ വേവിക്കണം. നല്ലോണം വെന്ത് ഉടഞ്ഞ് വരണം. തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലോണം വേവണം. ഇഞ്ചി, കുറച്ച് മുളക് പൊടി നമുക്ക് പനീർ പറക്കുമ്പോഴണം. ലാസ്റ്റ് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, കുറച്ച് ബട്ടർ ഇതിലാണ്, പിന്നെ ആവശ്യത്തിന് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇത് നല്ല സ്ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം നല്ലോണം തക്കാളിയെല്ലാം വെന്തുടഞ്ഞ് വരുന്നവരെ. തക്കാളിയെല്ലാം ഇവിടെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് നല്ലോണം. ഇനി നമുക്കിത് തണിയാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളിയെല്ലാം നല്ലോണം തണിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതിന് മുമ്പിൽ നമ്മളിവിടെ സ്പൈസസ് എല്ലാം ഈ വേവിക്കുമ്പോൾ ഇട്ടിനല്ലോ, അതെല്ലാം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കാരണം ഇതെല്ലാം ഇട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ നല്ലോണമായിട്ട് ഫ്ലേവർ വരും, ഒരു ഓവറായിട്ട് കുത്തുന്ന പോലെ ഫ്ലേവർ വരും. അതുകൊണ്ട് ഞാൻ അത് അരക്കുമ്പോൾ ഇടുന്നില്ല. ഇപ്പം അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അരച്ചെടുക്കാം. നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ മസാലയെല്ലാം നല്ലോണം പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ ബട്ടർ ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട്, ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടി ഇട്ടിട്ട് നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കരിയാണ്ട് നോക്കണം. അപ്പം പിന്നെ കരിഞ്ഞു പോയാൽ പിന്നെ നമ്മളെ ആ കറീൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ബട്ടർ ഇട്ടിട്ട് ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മൾ ബട്ടറിലിടാൻ മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് പനീർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. പനീർ ഫ്രൈ ചെയ്തെടുക്കുന്നതും സ്ലോ ഫ്ലെയിമിൽ വേണം, ഇല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും അത്. അപ്പോൾ ഇത് ഓരോരോ ഭാഗമായിട്ട് നമുക്കൊന്ന് ചെറിയ തീയിൽ വറുത്തെടുക്കാം. നമ്മൾ പനീറിയുടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉടഞ്ഞു പോകാണ്ട് ഇളക്കി കൊടുക്കണം. നമ്മളെ പനീറൊന്നും പൊട്ടിപ്പോകാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഉപ്പും കൂടി ഒന്ന് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നന്നായി തീ കുറച്ചിട്ട് തന്നെ ഞാൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് നമ്മളെടുത്ത് വെച്ച മുളക് പൊടി ബാക്കിയുള്ളതുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ഉണ്ടാവും. അത് നമുക്ക് ഇട്ട് ഈ എണ്ണയിലിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഞാനിത് ഇടുന്നതാണ്. ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഇത് വരുമ്പോഴത്തെ കളർ മാറാനായിക്കോളും. അപ്പം തന്നെ നമുക്ക് മുളക് പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പം തന്നെ ഇനി ഈ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഗ്രേവിയുടെ ഞാനൊരു 5 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച കസൂരി മേത്തി ഉണ്ടല്ലോ, 1/4 ടീസ്പൂൺ, അത് നമ്മൾ കയ്യിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറെല്ലാം നല്ലോണം വരും. ഇതിട്ട് കൊടുക്കുക. നമ്മളെന്നിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കുക. ഞാൻ ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ക്രീം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റിയായ പനീർ ബട്ടർ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ, ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.